സിവിൽ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവിഷൻ സീരീസ് 40 ആണ് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ മൊഡ്യൂൾ 10 കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാം നമ്മൾ മൊഡ്യൂൾ 9 വരെയുള്ള വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മൊഡ്യൂൾ 10 3 വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇത് ലാസ്റ്റ് വീഡിയോ ആണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീവേജ് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ ആണ്. സീവേജ് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ ആണ് വരുന്നത്. അപ്പം എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ആണ് അല്ലേ ലാസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇതോടെ നമ്മൾ ആ ഒരു സിലബസ് കംപ്ലീറ്റ് വൈൻഡപ്പ് ആവുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ക്ലാസ് കാണുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റ് പഠിച്ചതിന് ശേഷം വന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സിലബസിൽ വരുന്നത് ഈ ഒരു ഏരിയ ആണ്. സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ കാണിക്കുന്നില്ല. സിലബസിന് മാത്രം വേണമെങ്കിൽ നമ്മൾ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അല്ലാണ്ട് നമ്മൾ പേജസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പോസ്റ്റായിട്ടും. അപ്പോൾ നിങ്ങൾ വേണ്ട എന്താണെന്ന് വെച്ചാൽ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ പോസ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആ ഒരു സിലബസിൻ്റെത് കാണാം. പിന്നെ നമ്മൾ വീഡിയോയിൽ ആ ഒരു സിലബസിന് എങ്ങനെയാണെന്നുള്ളത് വിലയിരുത്തി പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് അത് പോയിട്ട് നോക്കുക. നമ്മളെ വീഡിയോ ആണെങ്കിൽ റിവിഷൻ സീരീസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേലിസ്റ്റിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ് വീഡിയോസും ഇപ്പം ഈ ഒരു വീഡിയോ അടക്കം 40 വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വേണ്ടവർ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ സീവേജ് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസലിൽ വരുന്നത് സെയിം കാര്യങ്ങളൊക്കെ തന്നെ അല്ലേ. സീവേജ് ട്രീറ്റ്മെന്റിൽ വരുന്നത് ഏതൊക്കെ ട്രീറ്റ്മെന്റ് ആണ്, ഏതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് വരുന്നത്. ഞാൻ പറയുമ്പോൾ നിങ്ങളെ മൈൻഡിലേക്ക് കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ടോ നോക്കുക. പ്രൈമറി ട്രീറ്റ്മെന്റ്, പ്രിലിമിനറി ട്രീറ്റ്മെന്റ്, പ്രൈമറി ട്രീറ്റ്മെന്റ്, പിന്നെ അതുപോലെ തന്നെ പ്ലെയിൻ സെഡിമെന്റേഷൻ അല്ലേ, പിന്നെ അതുപോലെ തന്നെ സെക്കൻഡറി ട്രീറ്റ്മെന്റ്, പിന്നെ സ്ലഡ്ജ് ഡൈജഷൻ, ഡ്രൈയിങ് ഡിസ്പോസൽ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, പിന്നെ സെപ്റ്റിക് ടാങ്ക്, ഇമ്മോ ടാങ്ക്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട് അല്ലേ. പിന്നെ സീവേജ് ഡിസ്പോസലും ഒക്കെയാണ് നമുക്കിവിടെ നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നമ്മളെ ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. എന്താണ് നമ്മളിന്ന് നോക്കാനുള്ളത്? ഫസ്റ്റ് തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രീറ്റ്മെന്റ് ആണ് അല്ലേ, അല്ലെങ്കിൽ സീവേജ് ട്രീറ്റ്മെന്റ് എന്ന് എഴുതാം. സീവേജ് ട്രീറ്റ്മെന്റ് അല്ലേ. സീവേജ് ട്രീറ്റ്മെന്റിൽ ഫസ്റ്റ് വരുന്നത് ഏതാണ്? സീവേജ് ട്രീറ്റ്മെന്റിൽ ഫസ്റ്റ് വരുന്നതാണ് പ്രിലിമിനറി ട്രീറ്റ്മെന്റ്സ് അല്ലേ. പ്രിലിമിനറി ട്രീറ്റ്മെന്റ്സ് ആണ് ഫസ്റ്റ് വരുന്നത്. പ്രിലിമിനറി ട്രീറ്റ്മെന്റിൽ വരുന്നത് എന്താണ്? പ്രിപ്പറേറ്ററി പ്രോസസ്സ് ആണ് അല്ലേ. പിന്നെ നെക്സ്റ്റ് പ്രൈമറി ട്രീറ്റ്മെന്റ് ആണ്. പ്രൈമറി ട്രീറ്റ്മെന്റിൽ എന്താണ് വരുന്നത്? സെറ്റിലബിൾ ഓർഗാനിക് സോളിഡ്സ് റിമൂവ് ചെയ്യാനല്ലേ ചെയ്യുന്നത്. പിന്നെ സെക്കൻഡറി ട്രീറ്റ്മെന്റ് ആണെങ്കിൽ അവിടെ നമ്മൾ സൊല്യൂബിൾ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അല്ലെങ്കിൽ സൊല്യൂബിൾ BOD റിമൂവൽ ആണ് വരുന്നത്. പിന്നെ ടെറിഷ്യറി ട്രീറ്റ്മെന്റ് ആണെങ്കിൽ റീസൈക്ലിംഗ് ആൻഡ് റീയൂസ് ഓഫ് വേസ്റ്റ് വാട്ടർ ആണ് അല്ലേ. അപ്പം അത് ഓരോ സ്റ്റെപ്പായിട്ട് തന്നെ നമുക്ക് എഴുതാം. ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അപ്പം നമുക്ക് പ്രിലിമിനറി ഓരോന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് ഓരോന്ന് ഏതൊക്കെയാണ് എഴുതാം. നമ്മൾ പ്രിലിമിനറി ട്രീറ്റ്മെന്റ് പറഞ്ഞു, പ്രൈമറി ട്രീറ്റ്മെന്റ് പറഞ്ഞു, സെക്കൻഡറി ട്രീറ്റ്മെന്റ്, ലാസ്റ്റ് വണ്ണ് ടെറിഷ്യറി ട്രീറ്റ്മെന്റ് അല്ലേ. അതിൽ നമ്മൾ ഫസ്റ്റ് വണ്ണ് പ്രിലിമിനറി ട്രീറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ എന്താണ് പ്രിലിമിനറി ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ടാക്കി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പ്രിലിമിനറി ട്രീറ്റ്മെന്റിൽ വരുന്നതാണ് സ്ക്രീനിങ്. ഇതിൽ വരുന്ന മെയിൻ സ്റ്റെപ്സ് അല്ലേ, സ്ക്രീനിങ്ങും പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്രിഡ് ചാമ്പറും പിന്നെ സ്കിമ്മിങ് ടാങ്കും ആണ് വരുന്നത്. സ്ക്രീനിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് ലാർജ് ഫ്ലോട്ടിംഗ് ഒബ്ജക്ട്സ് റിമൂവ് ചെയ്യാണ് അല്ലേ. അതിൻ്റെ ആ ഒരു ഷോർട്ടായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ സ്ക്രീനിങ്. നെക്സ്റ്റ് ഇതിലേക്ക് വരുന്ന സമയത്ത് സൈഡിലേക്ക് എഴുതാം സ്ക്രീനിങ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രിഡ് ചാമ്പർ ആണ്. നെക്സ്റ്റ് ഇതിലേക്ക് വരുന്ന സമയത്ത് സ്കിമ്മിങ് ടാങ്ക് ആണ് അല്ലേ. സ്കിമ്മിങ് ടാങ്ക് ആണ്. അപ്പം ടാങ്ക് ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് ഷോർട്ടാക്കിയിട്ടൊന്ന് പറയാം. സ്ക്രീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു സ്ക്രീന് വെച്ചിട്ട് ലാർജ് ഫ്ലോട്ടിംഗ് ഒബ്ജക്ട്സിനെ റിമൂവ് ചെയ്യാണല്ലേ ചെയ്യുന്നത്. ഒരു പേരിലുള്ള പോലെ തന്നെയാണ് ലാർജ് ഫ്ലോട്ടിംഗ് ഒബ്ജക്റ്റ്
റിമൂവ്ഡ്. പിന്നെ നമ്മൾ സെക്കൻഡ് ചെയ്യുന്നത് എന്താണ്? സെക്കൻഡ് ഗ്രിഡ് ചാമ്പറിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഗ്രിഡ് ചാമ്പറിൽ ഗ്രിഡ്സ് റിമൂവ് ചെയ്യാണല്ലേ ചെയ്യുന്നത്. ഗ്രിഡ് ചാമ്പറിൽ എന്താണ് ചെയ്യുന്നത്? റിമൂവ് ഗ്രിഡ് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യും അല്ലേ. ഈ ഒരു ഗ്രിഡ് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? അവിടെ നമുക്ക് ഒരു വിയർ ആൻഡ് ടിയർ ഇൻക്രീസ് ആവും അല്ലേ. പമ്പ്സിലും പൈപ്സിലും ഒക്കെ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സിലും ഒക്കെ വിയർ ആൻഡ് ടിയർ ഇൻക്രീസ് ആവും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഗ്രിഡ്സ് റിമൂവ് ചെയ്യുന്നത് അല്ലേ. ഇഫ് നോട്ട് റിമൂവ് ഗ്രിഡ്സ് ക്യാൻ ഇൻക്രീസ് ദ വിയർ ആൻഡ് ടിയർ അല്ലേ. ഇഫ് നോട്ട് റിമൂവ് ഗ്രിഡ് ക്യാൻ ഇൻക്രീസ് വിയർ ആൻഡ് ടിയർ അല്ലേ. വിയർ ആൻഡ് ടിയർ ഓഫ് പൈപ്സ്, ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ് എന്നുള്ളതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ തേർഡ് വരുന്നത് സ്കിമ്മിങ് ടാങ്ക് ആണ് അല്ലേ. സ്കിമ്മിങ് ടാങ്കിൽ നമ്മൾ എന്താണ് റിമൂവ് ചെയ്യുന്നത്? സ്കിമ്മിങ് ടാങ്കിൽ നമ്മൾ റിമൂവ് ചെയ്യുന്നത് ഓയിൽ ആൻഡ് ഗ്രീസസ് ആണ് അല്ലേ. റിമൂവ് ഓയിൽ ആൻഡ് ഗ്രീസ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞല്ലോ. അതാണ് നമുക്ക് പ്രിലിമിനറി ട്രീറ്റ്മെന്റിൽ നോക്കാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതാണ് പ്രൈമറി ട്രീറ്റ്മെന്റ് അല്ലേ. നെക്സ്റ്റ് നമ്മൾ പോകുന്നതാണ് പ്രൈമറി ട്രീറ്റ്മെന്റ്. ഈ ഒരു പ്രൈമറി ട്രീറ്റ്മെന്റിൽ വരുന്നതാണ് അല്ലെ സെഡിമെന്റേഷൻ ടാങ്ക്. പ്രൈമറി ട്രീറ്റ്മെന്റിൽ വരുന്നതാണ് സെഡിമെന്റേഷൻ ടാങ്ക്. സെഡിമെന്റേഷൻ ടാങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? സെഡിമെന്റേഷൻ ടാങ്കിൽ റിമൂവ് ചെയ്യുന്നത് 70 to 80% ഓഫ് ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് സോളിഡ്സ് അല്ലേ. ഇവിടെ റിമൂവ് ചെയ്യുന്നത് എന്താണ്? റിമൂവ്സ് 70 to 80% of biodegradable organic solids എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ 20 to 30% ഓഫ് BOD റിമൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. 20 to 30% ഓഫ് BOD റിമൂവ്ഡ് എഫിഷ്യൻ്റ്ലി. അതാണ് സെഡിമെന്റേഷൻ ടാങ്കിൽ ചെയ്യുന്ന പ്രോസസ്സ്. പിന്നെ ഇതിൽ തന്നെ ടൈപ്പ് ഓഫ് സെറ്റിങ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ പ്രൈമറി ക്ലാരിഫയേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ അതും കൂടെ നോക്കുക. നമ്മളതിൽ എടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ അത് നോക്കുന്നതിനെ കൊണ്ടും പ്രശ്നമില്ല. നമുക്ക് ഈ ഒരു പ്രൈമറി സെക്കൻഡറി എന്നുള്ള രീതിയിലാണല്ലേ പറഞ്ഞിട്ടുള്ളത്. പറ്റുകയാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് വായിച്ചിട്ടേക്കുക, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതാണ് പ്രൈമറി ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതാണ് സെക്കൻഡറി ട്രീറ്റ്മെന്റ് അല്ലേ. നെക്സ്റ്റ് നമ്മൾ സെക്കൻഡറി ട്രീറ്റ്മെന്റിലേക്കാണ് പോയിട്ടുള്ളത്. സെക്കൻഡറി ട്രീറ്റ്മെന്റ് അല്ലേ. സെക്കൻഡറി ട്രീറ്റ്മെന്റിൽ എന്താണ് വരുന്നത്? സെക്കൻഡറി ട്രീറ്റ്മെന്റിൽ വരുന്നതാണ് ഫോർ റിമൂവിങ് സൊല്യൂബിൾ BOD അല്ലേ. സൊല്യൂബിൾ BODനെ റിമൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എങ്ങനെയാണ് ഒരു റേഷ്യോ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BOD/COD റേഷ്യോ ആണ് ഇവിടെ എടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം ഈ ഒരു സെക്കൻഡറി ട്രീറ്റ്മെന്റിൽ എന്താണ് റിമൂവ് ചെയ്യുന്നത്? ഫോർ റിമൂവിങ് soluble BOD അല്ലേ. soluble BOD ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് നോൺ ആസ് ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് എന്നും കൂടെ മനസ്സിലാക്കി വെക്കാം. അപ്പം അതിൽ എന്തൊക്കെയാണ് വരുന്നത്? ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ് ഉണ്ട്. അപ്പം അത് ഓരോന്ന് നമ്മൾ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ്. ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സും ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് സെക്കൻഡറി ട്രീറ്റ്മെന്റിൽ വരുന്നതാണ്. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ നമുക്കിതിലുള്ള ഓരോന്നായിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് ട്രിക്ലിംഗ് ഫിൽറ്റർ എന്നുള്ളത്. ട്രിക്ലിംഗ് ഫിൽറ്ററിൻ്റെത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് അറ്റാച്ച്ഡ് ഗ്രോത്ത് സിസ്റ്റം ആണ്. എന്താണ്? വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ
ഓഫ് അറ്റാച്ച്ഡ് ഗ്രോത്ത് സിസ്റ്റമാണ്. അതുപോലെ തന്നെ ഇതിൽ ഹൈ പെർമിയബിൾ ഫിൽട്ടർ മീഡിയ ഉണ്ട് എന്നുള്ളതും കൂടെ മനസ്സിലാക്കി വെക്കുക. കൺസിസ്റ്റ് ഓഫ് ഹൈലി പെർമിയബിൾ ഫിൽട്ടർ മീഡിയ. അപ്പം അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ട്രിക്ലിംഗ് ഫിൽറ്ററിൽ ഒരു നമ്മൾ ഈ ബ്രോക്കൺ അല്ലെങ്കിൽ റോക്കൊക്കെ വെച്ചിട്ട് ഒരു സ്മോൾ ഫിൽട്ടർ മീഡിയ ആയിട്ട് എഫക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അത് നോട്ടാക്കിയിട്ട് എഴുതുകയാണെങ്കിൽ യൂസ് എ മീഡിയം ലൈക്ക് സ്മോൾ rock to remove soluble organic matter and oxidize അമോണിയ അല്ലേ. അപ്പം ഇതാണ് നമ്മൾ ട്രിക്കിംഗ് ഫിൽറ്ററിൽ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിക്കിംഗ് ഫിൽറ്റർ വർക്ക്സ് അണ്ടർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് അറ്റാച്ച്ഡ് ഗ്രോത്ത് സിസ്റ്റം ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഹൈലി പെർമിയബിൾ ആയിട്ടുള്ള ഫിൽട്ടർ മീഡിയ ആയിരിക്കും അവിടെ ഉണ്ടാവുക. അതുപോലെ തന്നെ മൈക്രോ ഓർഗാനിസംസ് അതിനോട് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? BOD എത്ര പെർസെൻറ്റേജ് ആണ് റിമൂവ് ചെയ്യുന്നതെന്ന് ഓർത്ത് വെക്കുക. BOD റിമൂവൽ അപ് ടു 75% ആണ് വരിക എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് ആണ്. ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്. ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ വരുന്നത്? എന്താണ് ഈ ഒരു ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ഈസ് ദ ട്രീറ്റഡ് സ്ലഡ്ജ് ആണ് അല്ലേ, വിച്ച് കണ്ടെയ്ൻസ് പ്ലെന്റി ഓഫ് എയറോബിക് ബാക്ടീരിയ എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. Activated sludge is the treated sludge which contain plenty of aerobic bacteria. എന്താണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്? ഇൻ ദിസ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് ദ പ്രൈമറി എഫ്ലുവൻറ്റ് ഈസ് മിക്സ്ഡ് വിത്ത് ദ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ആണ്. എന്നിട്ട് അതിനെ എയറേറ്റ് ചെയ്യാണ് ചെയ്യുക. ആ സമയത്ത് എന്താണ് സംഭവിക്കുക? ഓർഗാനിക് മാറ്റേഴ്സ് ഓക്സിഡൈസ് ആയിട്ട് കൺവേർട്ട് ഇൻ ടു ദ സെറ്റിലബിൾ ഫ്ലോക്സ് ആവും അല്ലേ. എന്നിട്ട് ഈ ഒരു ഫ്ലോക്സിന് സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്കിലേക്ക് റിമൂവ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും എഴുതുകയാണെങ്കിൽ എന്താണ്? ഇൻ ദ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് the primary effluent is mixed with activated sludge and then aerated so as to oxidize the organic matter and convert it into settleable flokes. എന്നിട്ട് നെക്സ്റ്റ് എന്താണ്? These flokes can be removed in the secondary
സെഡിമെന്റേഷൻ ടാങ്ക്. ഇനി ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു ടേമാണ് സ്ലഡ്ജ് ഡൈജഷൻ അല്ലേ. സ്ലഡ്ജ് ഡൈജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? is the process of decomposition of organic matters under anaerobic condition ആണ് അല്ലേ. അത് നോട്ട് ചെയ്ത് വെക്കുക. സ്ലഡ്ജ് ഡൈജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് is the process of decomposition of എന്താണ്? of organic matter under anaerobic conditions. അതുപോലെ തന്നെ ഇവിടെ വെച്ചിട്ട് the primary and secondary sludges അല്ലെ. primary and secondary sludges are digested anaerobically in sludge digestion tank എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഇതിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആണ് the primary sludge and secondary sludge are digested anaerobically in sludge digestion tank. അപ്പം മനസ്സിലാക്കുക. സ്ലഡ്ജ് ഡൈജഷൻ ടാങ്കിൽ എന്താണ് പറഞ്ഞത്? ഇസ് എ പ്രോസസ് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റേഴ്സ് അണ്ടർ അനറോബിക് കണ്ടീഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ദ പ്രൈമറി സ്ലഡ്ജ് ആൻഡ് സെക്കൻഡറി സ്ലഡ്ജസ് ആർ ഡൈജസ്റ്റഡ് അനറോബിക്കലി ഇൻ സ്ലഡ്ജ് ഡൈജഷൻ ടാങ്ക് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ സ്ലഡ്ജ് ഡ്രൈയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലഡ്ജ് ഡ്രൈയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവൽ ഓഫ് വാട്ടർ കണ്ടന്റ് അല്ലെ. റിമൂവൽ ഓഫ് വാട്ടർ കണ്ടന്റ് ഫ്രം ദ ഡൈജസ്റ്റഡ് സ്ലഡ്ജ് എന്നാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഫൈനൽ ഡിസ്പോസലിന് വേണ്ടിയിട്ടൊക്കെ അല്ലെ. അതിനെയാണ് നമ്മൾ സ്ലഡ്ജ് ഡ്രൈയിങ് എന്ന് പറയുന്നത്. എന്താണ്? റിമൂവൽ ഓഫ് വാട്ടർ കണ്ടന്റ് ഫ്രം digested sludge for the final disposal. ഇനി സ്ലഡ്ജ് ഡിസ്പോസൽ എന്ന് പറഞ്ഞ ടേം എന്താണെന്ന് നോക്കണം അല്ലേ. സ്ലഡ്ജ് ഡിസ്പോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ലഡ്ജിനെ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നതിന് തന്നെ അല്ലേ. ഇത് സ്ലഡ്ജ് ഡിസ്പോസലിന്റെ മെത്തേഡ്സ് ഏതൊക്കെയാണോ? ഒന്ന് ചിലപ്പോൾ സ്പ്രെഡിങ് ഓൺ സോയിൽ വരാം, അതുപോലെ തന്നെ ലഗൂണിങ് വരാം, ഡംപിങ് വരാം, ഇൻസിനറേഷൻ വരാം, ഓഷ്യൻ ഡിസ്പോസൽ ഒക്കെ വരാം അല്ലേ. ഇപ്പൊ സ്ലഡ്ജ് ഡിസ്പോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പേര് തന്നെയാണ്. അപ്പം അതിന്റെ ആ ഒരു സ്ലഡ്ജ് മേ ബി ഡിസ്പോസ്ഡ് by spreading on soil, lagooning, അതുപോലെ തന്നെ ഡംപിങ്, ഇൻസിനറേഷൻ ആൻഡ് ഓഷ്യൻ ഡിസ്പോസൽ അല്ലേ. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളായിരിക്കും. അപ്പൊ നമുക്ക് ഇതിൽ ഓരോ കാര്യങ്ങളായിട്ട് നോക്കിയാലോ. ഫസ്റ്റ് തന്നെ ഡിസ്പോസൽ ഇൻ സാനിറ്ററി ലാൻഡ് ഫില്ല് അല്ലേ. ഡിസ്പോസൽ ഇൻ സാനിറ്ററി ലാൻഡ് ഫില്ലാണെങ്കിൽ സാനിറ്ററി ലാൻഡ് ഫില്ല് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് യൂസ്ഡ് ആസ് എ ഫെർട്ടിലൈസർ ആണ് അല്ലേ. is used as a
ഫെർട്ടിലൈസർ ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക അല്ലേ, നമ്മൾ വളമായിട്ട് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഡിമെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടു ടോക്സിക് ആണ് അല്ലേ. ഇങ്ങനെ ടു ടോക്സിക് ആവുന്ന സിറ്റുവേഷനിൽ നമ്മളിത് എന്താണ് ചെയ്യുക, ഇതിന് ഇൻസിനറേറ്റ് ചെയ്യാണ് അല്ലേ ചെയ്യുക. ഇൻസിനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബേണിങ് അല്ലേ, കൺവേർട്ടഡ് ടു ആഷ് ആയിട്ട് അത് മാറും. ഇൻസിനറേഷൻ. അപ്പം എന്താണ് ബേണിങ് എന്നുള്ളത് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ബേണിങ്ങിൽ അതെന്താണ് ചെയ്യുക, കൺവേർട്ടഡ് ടു ആഷ് ആയിട്ട് മാറുകയാണല്ലേ ചെയ്യുക. പിന്നെ ഓക്സിഡേഷൻ പോണ്ട് എന്നുള്ളത് നോക്കിയാലോ, ഓക്സിഡേഷൻ പോണ്ട് ഓർ ലഗൂൺ അല്ലേ. ഓക്സിഡേഷൻ പോണ്ട് ഓർ ലഗൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വേസ്റ്റ് വാട്ടർ ഫിൽഡ് ഇൻ ടു സ്മോൾ പോൺസ് ആണ് അല്ലേ, ഒരു പേര് തന്നെ ഉണ്ട്, അത് തന്നെയാണ് വേസ്റ്റ് വാട്ടർ ഫിൽഡ് ഇൻ ടു സ്മോൾ പോൺസിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ പോണ്ട് അല്ലെങ്കിൽ ലഗൂൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ള ടേമാണ് സെപ്റ്റിക് ടാങ്കും അതുപോലെ തന്നെ ഇമ്മോഫ് ടാങ്കും ഒക്കെ. സെപ്റ്റിക് ടാങ്ക് അല്ലെ, സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതൊരു പ്ലെയിൻ സെഡിമെന്റേഷൻ ടാങ്ക് ആണ്. സെപ്റ്റിക് ടാങ്ക് ഈസ് ദ പ്ലെയിൻ സെഡിമെന്റേഷൻ ടാങ്ക് ആണ്. ടാങ്ക് ആണ് യൂസ്ഡ് എന്തിനാണ്, സീവിയർഡ് ഏരിയാസ് അല്ലേ, യൂസ്ഡ് ഇൻ സീവിയർഡ് ഏരിയാസ്. അതുപോലെ ഇതിന്റെ മിനിമം വിഡ്ത്ത് അല്ലേ, മിനിമം വിഡ്ത്ത് നോട്ട് ചെയ്ത് വെക്കുക, എക്സാംസിന് അധികവും ചോദിച്ച് കണ്ടിട്ടുണ്ട്. 750 mm ആണ്. ആ ഒരു യൂണിറ്റും കൂടെ നോക്കി വെക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഒരു സെപ്റ്റിക് ടാങ്കിന്റെ ക്ലീനിങ് പീരീഡ് എന്ന് പറയുന്നത് എത്രയാണ്, ക്ലീനിങ് പീരീഡ് എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്, 6 to 12 months ആണ് അല്ലേ, അല്ലെങ്കിൽ ജനറലി ടേക്കൺ ആസ് 1 year എന്നുള്ളത് ഓർത്ത് വെക്കുക. 6 to 12 months or generally taken as 1 year എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഇതിന്റെ ഡിറ്റൻഷൻ ടൈം എത്രയാണ് എടുക്കുന്നത്, ഡിറ്റൻഷൻ ടൈം ജനറലി ടേക്കൺ ആസ് 24 hours ആണ്. അപ്പം അത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇമ്മോഫ് ടാങ്ക് ആണ് അല്ലേ, ഇമ്മോഫ് ടാങ്ക് ആണ്. ഇമ്മോഫ് ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 2 story ഡൈജഷൻ ടാങ്ക് ആണ് അല്ലേ, പഠിച്ചവർക്ക് ഓർമ്മയുണ്ടാവും. 2 story ഡൈജഷൻ ടാങ്ക് ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഓവർ സെപ്റ്റിക് ടാങ്ക് ആണ് അല്ലേ വരുന്നത്, അപ്പം അത് ഓർത്ത് വെക്കുക. അപ്പം ഈ ഒരു ഇമ്മോഫ് ടാങ്കിൽ 2 കമ്പാർട്ട്മെന്റ്സ് ആണ് അല്ലേ ഉള്ളത്. ഇറ്റ് ഹാസ് 2 കമ്പാർട്ട്മെന്റ്സ്. അതിൽ അപ്പർ കമ്പാർട്ട്മെന്റിൽ എന്താണ്, അപ്പർ കമ്പാർട്ട്മെന്റിൽ സെറ്റിംഗ് ഓഫ് സോയിൽ ആണ് അല്ലേ, സെറ്റിലിംഗ് ഓഫ് സോളിഡ്സ് ആണ്. ലോവർ ആണെങ്കിലോ, ലോവർ കമ്പാർട്ട്മെന്റിലാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, അനറോബിക് ഡൈജഷൻ ഓഫ് സെറ്റിൽഡ് സോളിഡ്സ് ആണ് അല്ലേ. എന്താണ് അനറോബിക് ഡൈജഷൻ ഓഫ് എന്താണ് സെറ്റിൽഡ് സോളിഡ്സ് ആണ് അല്ലേ, സെറ്റിൽഡ് സോളിഡ്സ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ഡിറ്റൻഷൻ ടൈം എന്ന് പറയുന്നത് 2 hours ആണ്. ജനറലി ഡിറ്റൻഷൻ ടൈം ജനറലി 2 hours ആണ് വരുന്നത്.
അതുപോലെ തന്നെ ഇവിടെ സസ്പെൻഡഡ് സോളിഡ് റെഡ്യൂസ്ഡ് ടു 50-70%, COD റെഡ്യൂസ്ഡ് ടു 25-50% ആണല്ലേ വരുന്നത്. അപ്പം ഓർത്ത് വെക്കുക. ഇതിൽ വി ഷേപ്പ്ഡ് വാളുണ്ട്. പിക്ചേഴ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ സർക്കുലർ ഓർ റെക്ടാങ്കുലർ ടാങ്ക് ആണ് അല്ലേ ഇമോഫ് ടാങ്കിൽ വരുന്നത്. അപ്പം അത്രയാണ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം നമ്മൾ ഒരുവിധം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് നമുക്ക് നോക്കാനുള്ള ഒരു ടേമാണ് ആൻറ്റി സൈഫോണേജ് പൈപ്പ് അല്ലേ. ആൻറ്റി സൈഫോണേജ് പൈപ്പ് എന്താണ്? ആൻറ്റി സൈഫോണേജ് പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആൻറ്റി സൈഫോണേജ് പൈപ്പ് നമ്മൾ കൊടുക്കുന്നത് വാട്ടർ സീൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടിയിട്ടാണ് അല്ലേ. അപ്പം നിങ്ങൾക്ക് അറിയണ്ടാവും, ഒരുപാട് പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ളതുമാണ്. ആൻറ്റി സൈഫോണേജ് പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻസ്റ്റാൾഡ് ഇൻ ദ ഹൗസ് ഓർ ബിൽഡിങ്സ് അല്ലേ. ഹൗസ് ഓർ ബിൽഡിങ്സ് ഡ്രെയിനേജസിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു വാട്ടർ സീലിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടിയിട്ട് അല്ലേ. അപ്പം അത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ മെയിൻറ്റെയിൻ പ്രോപ്പർ വെന്റിലേഷൻ എന്നുള്ള ഇതും കൂടെ ഈ ഒരു ആൻറ്റി സൈഫോണേജിൽ വരുന്നുണ്ട്. നോട്ടാക്കിയിട്ട് എഴുതുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ പൈപ്പ് ഇൻസ്റ്റാൾഡ് ഇൻ ദ ഹൗസ് ഓർ ബിൽഡിംഗ് drainage to preserve the water seal of a trap if maintains proper ventilation and does not allow siphonic action. അപ്പം അത് മനസ്സിലാക്കി വെക്കുക. ആൻറ്റി സൈഫോണേജ് പൈപ്പ് നമ്മൾ കൊടുക്കുന്നത് എന്തിനാണ്? വാട്ടർ സീൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരുവിധം പോർഷൻസ് ഒക്കെ പിക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സിലബസിൽ നോക്കിയിട്ട് എന്തായാലും കംപ്ലീറ്റ് കവർ ചെയ്യാൻ തന്നെ നോക്കണം. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ക്ലാസ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് ഒന്നിക്കൽ നോട്ടെടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് പഠിച്ചതിന് ശേഷം കേൾക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ എഫക്റ്റീവായിട്ടുണ്ടാവുക. കാരണം നമ്മൾ റിവിഷൻ സീരീസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്ന പോലെ ഓരോന്നിനെ എടുത്തെടുത്ത് പിക്ചർ വെച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തൊന്നും എന്തായാലും പറയുന്നുണ്ടാവില്ല. അപ്പം അത് നിങ്ങൾ ഫസ്റ്റ് ടൈം ക്ലാസ് കേൾക്കുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഒന്നിക്കൽ പഠിച്ചിട്ട് ഈ ഒരു ക്ലാസ് കേൾക്കുക, അല്ലെങ്കിൽ ഒരു ക്ലാസ് തന്നെ 2-3 പ്രാവശ്യം നിങ്ങൾ കേട്ട് നോക്കുക അല്ലേ. ഓരോ ടേംസിൻ്റെതും ചില ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇമോഫ് ടാങ്ക് സെപ്റ്റിക് ടാങ്ക് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കറക്റ്റ് പിക്ചർ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്കൊരു അതിൻ്റെ പിക്ചോറിയൽ റിപ്രസെൻറ്റേഷൻ കിട്ടും അല്ലേ. എന്നിട്ട് നിങ്ങൾ കുറച്ചുകൂടെ പഠിക്കുമ്പം അത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു പഠനമായിരിക്കും. അപ്പം നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ തിയറി ഇങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പം കുറേ കാലത്തിന് ശേഷം ഈ ഒരു സബ്ജക്റ്റ് കേൾക്കുന്നവർക്ക്, പ്രത്യേകിച്ച് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എക്സാമിനും ഇങ്ങനെ എടുത്ത് പറയാത്തൊരു സിലബസ് ആണ് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാവർക്കും ഒരു ഫെമിലിയർ ആയിട്ടുള്ള ടേം ആയിരിക്കില്ല ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും തന്നെ. അതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഫസ്റ്റ് നോക്കുന്നവർക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് പ്രശ്നമാക്കണ്ട, നിങ്ങളത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ച് അറിഞ്ഞു വരുമ്പം ആ ഒരു പ്രോബ്ലം ഒക്കെ മാറുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു? ഈ ഒരു വേസ്റ്റ് വാട്ടറിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു അല്ലേ. സീവേജ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഡിസ്പോസൽ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്? പ്രിലിമിനറി ട്രീറ്റ്മെൻ്റ് ഉണ്ട്. പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റിൽ എന്തൊക്കെയാണ് വരുന്നത്? പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ സ്ക്രീനിങ്, അതുപോലെ തന്നെ ഗ്രിഡ് ചാമ്പർ, സ്കിമ്മിങ് ടാങ്കും ആണ് വരുന്നത്. സ്ക്രീനിങ്ങിൽ ലാർജ് ഫ്ലോട്ടിംഗ് ഒബ്ജക്ട്സിനെ റിമൂവ് ചെയ്യുന്നുണ്ട്. ഗ്രിഡ് ചാമ്പറിലാണെങ്കിൽ ഗ്രിഡ് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യുന്നുണ്ട്. സ്കിമ്മിങ് ടാങ്കിലാണെങ്കിൽ ഓയിൽസ് ആൻഡ് ഗ്രീസസിനെയാണല്ലേ നമ്മൾ റിമൂവ് ചെയ്യുന്നത്. അത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് പ്രൈമറി ട്രീറ്റ്മെൻറ്റിലാണ്. പ്രൈമറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ സെഡിമെൻറ്റേഷൻ ടാങ്കിനെ കുറിച്ച് പഠിച്ചു. 70-80% ഓഫ് of biodegradable organic solids റിമൂവ് ചെയ്യുന്നു. 20-30% ഓഫ് BOD അല്ലെ, BODനെ റിമൂവ് ചെയ്യുന്നുള്ളത് അവിടെ നോക്കാനുണ്ട്. അതുപോലെ തന്നെ അവിടെ
പ്രൈമറി ക്ലാരിഫയേഴ്സിൻ്റെതും ടൈപ്പ് ഓഫ് സെറ്റിങ്ങിൻ്റെതും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് നോക്കുക. പിന്നെ സെക്കൻഡറി ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് ഫോർ റിമൂവിങ് സോല്യൂബിൾ BOD ആണ്. അതുപോലെ തന്നെ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത് BOD/COD ആണ് അല്ലേ. അപ്പം അതും കൂടെ ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ അവിടെ ക്ലാസിഫിക്കേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയറോബിക്, അനറോബിക്, അതുപോലെ തന്നെ ഫൊക്കുലേറ്റീവ് ഓർഗാനിസം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ് കേട്ടിട്ടില്ലെങ്കിൽ അതിൽ നോക്കിയാൽ നിങ്ങൾക്കത് ക്ലിയർ ആവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് പോയിട്ടുണ്ടായിരുന്ന ഏരിയ എന്ന് പറയുന്നത് ഇതിൽ തന്നെ വരുന്ന ട്രിക്ലിംഗ് ഫിൽട്ടേഴ്സും അതുപോലെ തന്നെ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സുമാണ്. ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിൽ എന്താണ് ചെയ്യുന്നത്? ഇവിടെ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് സസ്പെൻഡഡ് കൾച്ചറൽ മീഡിയം ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഈ ഒരു ആക്ടിവേറ്റഡ് സ്ലഡ്ജിൽ തന്നെ അതിൻ്റെ പ്രോസസ് ഓഫ് ട്രീറ്റ്മെൻ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് സിമ്പിളായിട്ട് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിടുന്നത് നല്ലതായിരിക്കും. ഇൻ കേസ് ആ ഒരു കാര്യത്തിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ബേസിക് ആയിട്ടുള്ള എല്ലാത്തിനെ കുറിച്ച് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്. കാരണം നമുക്ക് ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നിനെയും ഇങ്ങനെ ഇതിൽ തന്നെ സബ്ബായിട്ട് എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ നമ്മൾ ട്രിക്ലിംഗ് ഫിൽട്ടേഴ്സിൻ്റെതാണ് പറഞ്ഞിട്ടുള്ളത്. ട്രിക്ലിംഗ് ഫിൽട്ടേഴ്സിൻ്റെത് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് അറ്റാച്ച്ഡ് ഗ്രോത്ത് സിസ്റ്റം ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ അതുപോലെ തന്നെ അവിടെ BOD റിമൂവ്ഡ് അപ് ടു 70%. അതുപോലെ തന്നെ അവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ് അവിടുത്തെ സർക്കുലേഷൻ ടാങ്കിന്റെ ഡയാ 3.6 to 60 മീറ്റർ ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡെപ്ത് 1.8 മീറ്റർ ആണെന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ സ്ലഡ്ജ് ഡൈജഷൻ്റെത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ലഡ്ജ് ഡൈജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റേഴ്സ് അണ്ടർ ദ അനറോബിക് കണ്ടീഷൻസ് എന്നാണെന്ന് പറഞ്ഞു. പിന്നെ സ്ലഡ്ജ് ഡ്രൈയിങ് എന്ന് പറഞ്ഞു, അത് റിമൂവൽ ഓഫ് വാട്ടർ കണ്ടന്റ് ആണ് അല്ലേ. പിന്നെ സ്ലഡ്ജ് ഡിസ്പോസൽ എന്ന് പറഞ്ഞു. സ്ലഡ്ജ് ഡിസ്പോസലിൻ്റെതായിട്ട് നമ്മൾ സ്പ്രെഡിങ് ഓൺ സോയിൽ, ലഗൂണിങ്, ഡംപിങ്, ഇൻസിനറേഷൻ, അതുപോലെ തന്നെ ഓഷ്യൻ ഡിസ്പോസൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻസിനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തിക്കൽ അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഡംപിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പേരിൽ തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ ലഗൂണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പോൺസിൽ ഇടുന്നത് അല്ലേ. ഓക്സിഡേഷൻ പോണ്ട് എന്നുള്ളതൊക്കെ ഓർത്ത് വെക്കുക. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് വാട്ടർ ഫിൽഡ് ഇൻ ടു സ്മോൾ പോൺസ് ആണ് അല്ലേ. അപ്പം അതൊക്കെ മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ സെപ്റ്റിക് ടാങ്കും ഇമോഫ് ടാങ്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെപ്റ്റിക് ടാങ്കിന്റെ ആ ഒരു മിനിമം വിടുത്തുള്ളത് ഓർത്ത് വെക്കുക. 750 mm ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇമോഫ് ടാങ്കിലേക്ക് പോയ സമയത്ത് ഇറ്റ് ഹാസ് 2 കമ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പർ കമ്പാർട്ട്മെന്റ് സെറ്റിലിംഗ് ഓഫ് സോളിഡ്സും ലോവർ കമ്പാർട്ട്മെന്റ് എനറോബിക് ഡൈജഷൻ ഓഫ് സെറ്റിലിംഗ് സോളിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡിറ്റൻഷൻ ടൈം 2 hours ആണ് യൂഷ്വലി വരുന്നത്. സെപ്റ്റിക് ടാങ്കിൻ്റെതാണെങ്കിൽ നമ്മൾ 24 hours ആണ് ഡിറ്റൻഷൻ ടൈം ഒരു ജനറലി ഉള്ളത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. പിന്നെ ആന്റിസൈഫണേജ് ണ്ടായിരുന്നു. ആന്റിസൈഫണേജ് പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ആ ഒരു വാട്ടർ സീൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടിയിട്ട് കൊടുക്കുന്നത് അല്ലേ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ സിലബസ് നോക്കിയിട്ട് തന്നെ കറക്റ്റ് പഠിക്കുക. മാക്സിമം കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സിലബസിലില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ ഒരു പോർഷനൊക്കെ നിങ്ങൾ സിലബസിൽ കംപ്ലീറ്റ് ഓരോന്ന് എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കവർ ചെയ്ത് അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെന്ന് അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം എക്സ്ട്രാ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നതാണ് നല്ലത്. ഇതുപോലെ തന്നെ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിലാണെങ്കിൽ നമ്മുടെ സിലബസിൽ എടുത്ത് പറയാത്ത കുറേ പോർഷൻസ് ചിലപ്പോൾ നിങ്ങളെ നോട്ടിലുണ്ടാവും, നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ സിലബസ് നോക്കാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈം കറക്റ്റ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾ ആദ്യം നിങ്ങൾ സിലബസിലുള്ള കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം എക്സ്ട്രാ പഠിക്കാം. കാരണം 2-3 എക്സാംസ് വരുന്നതിനെ കൊണ്ട് കേസ് ഇതിലില്ലാത്ത കാര്യങ്ങൾ നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ പഠിക്കാം. പക്ഷെ നിങ്ങൾ ഏത് എക്സാമിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്, ഏത് എക്സാമാണ് നിങ്ങൾ കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നതിനെ ബേസ് ചെയ്ത് വേണം ആ ഒരു നിങ്ങളെ പഠനം നിങ്ങൾ കറക്റ്റ് ആ ഒരു ടൈം ടേബിൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും പോർഷൻസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മൾ ആ ഒരു റിവിഷൻ സീരീസ് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പം എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓരോ കാര്യങ്ങളും നിങ്ങൾ തിയറി മാത്രം ചെയ്താൽ പോരാ. നമ്മളിപ്പം തിയറി പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിലും അത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു സെക്ഷനായിട്ട് പറ്റുകയാണെങ്കിൽ ഒരു ടെസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു 100 ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ ഇതുപോലെ എക്സ്പ്ലനേഷൻ ഇല്ലാതെ വേണമെങ്കിൽ നമുക്കൊരു 100 ക്വസ്റ്റ്യൻ ഒരു മോക്ക് ടെസ്റ്റ് പോലെ വേണമെങ്കിൽ ഒരു ക്ലാസ്സും കൂടെ ആഡ് ചെയ്യാം എക്സാമിൻ്റെ മുന്നേ.
ഇത് നിങ്ങൾ കറക്റ്റ് ആ ഒരു സീരീസ് അതിൻ്റെ മുന്നേ നിങ്ങളെല്ലാം കറക്റ്റ് പഠിച്ച് സെറ്റായി തന്നെ വെക്കുക. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.